എൻ്റെ മോളും പ്രേമിച്ചിരുന്നു. ആരും അറിയാതെ ഞാൻ കല്യാണം നടത്തി ഫോറിനിലോട്ട് അയച്ചിട്ട് ഞാനിപ്പോ സമാധാനമായിട്ട് ജീവിക്കുന്ന കണ്ടില്ലേ. ഞാനെന്താ നിന്നെ പോലെ തരം താന്നവനാണെന്ന് വിചാരിച്ചോ? നീ ചിലപ്പോ നിന്റെ കുടുംബത്തിന് വേണ്ടി പലതും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് എന്റെ പദവി മാത്രമായിരിക്കും എന്നും വലുത്. ഇറങ്ങിപ്പോടാ. സാറേ, സാറൊന്നുകൊണ്ടും വിഷമിക്കണ്ട. നമ്മുടെ പയ്യന് പറ്റിയൊരു പെണ്ണിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ പെങ്കച്ചിപ്പോ ഫോറിൽ നിന്ന് വന്നതേ ഉള്ളൂ. ആ കൊച്ചിന്റെ അച്ഛനാണെങ്കിൽ നമ്മുടെ പാർട്ടിക്കാരനാ. സാറൊന്ന് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ പോയി സംസാരിക്കാം. നമുക്ക് നോക്കാം. പറഞ്ഞു. ഇത് നമ്മൾ മാത്രമേ അറിയാവൂ. ശരി സാർ. പുറത്തുനിന്നുള്ള ആൾക്കാരെ കൊണ്ട് തീർക്കാം. ശരി സാർ. ബാക്കിയെല്ലാം റെഡി. നമസ്കാരം. 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 സുഖമായിരിക്കുന്നു? സുഖമായിരിക്കും. എന്നായിരിക്കും. അല്ല നേതാവേ, എന്താ കാര്യം? പറ നേതാവേ. എലക്ഷന്റെ കാര്യത്തിനാണ് ഞാൻ വന്നത്. നിങ്ങൾ വിഷമിക്കാതിരി, എല്ലാം മുറപോലെ നടക്കും. നമ്മളുണ്ടാവും കൂടെ. സത്യമൂർത്തി, കാര്യം അതല്ല, നമ്മുടെ ജാതി സമ്മേളനത്തിനെ കുറിച്ച് പറയാനാ. എന്താ നേതാവേ, അതിനൊക്കെ ഇനി ഒരു വർഷം ഉണ്ടല്ലോ. അതോർത്ത് എന്തിനാ ഇപ്പൊ ടെൻഷൻ അടിക്കുന്നേ? അത് പിന്നെ എന്താന്ന് വെച്ചാ. അതെ, എന്താ സാറേ വന്നു പോയെന്ന് പറയാതെ പെട്ടെന്ന് കാര്യം പറ. യോ, ആരോടാ എന്താ സംസാരിക്കുന്നതെന്ന് താൻ അറിഞ്ഞുകൊണ്ട് എന്നാണോ സംസാരിക്കുന്നത്? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ സംസാരിക്കുന്നേ. നിന്റെ മകൻ താഴ്ന്ന ജാതിയിലുള്ളൊരു പെണ്ണിനെ പ്രേമിക്കുന്നു, എന്നിട്ട് ആ പെണ്ണിനെ കല്യാണം കഴിക്കുന്നു പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് നിന്നെ പോലുള്ള ഒരു മിണ്ടാതിരിക്കുന്നതിന് കാരണം എന്താ? നിങ്ങൾക്ക് വേറൊരു ന്യായം, നാട്ടുകാർക്ക് മറ്റൊരു ന്യായം. തനിക്ക് എന്ത് വേണമെങ്കിലും പറയാനാണോ? അവര് പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും, നമ്മുടെ പഴനിസ്വാമിയുടെ അനിയനൊരുത്തനല്ലേ കീഴ്ജാതിക്കാരിയെ പ്രേമിച്ച് കല്യാണം കഴിച്ചു എന്ന ഒരേ കാരണം കൊണ്ട് കൂട്ടിക്കൊണ്ട് വന്ന് കഴുത്തറുത്ത ആളാ നമ്മുടെ സാറ്. അതുമാത്രമല്ലടാ, എന്റെ സ്വന്തം മോള് വേറെ ജാതിക്കാരനെ പ്രേമിച്ചു എന്ന ഒരേ കാരണം കൊണ്ട് എന്റെ കൺമുമ്പിൽ വെച്ച് നാട് കടത്തി. പിന്നെ അവരെ കണ്ടിട്ടേ ഇല്ല ഞാൻ. സാറിനെ പറ്റിയാണ് മോശമായിട്ട് സംസാരിക്കുന്നത്. പാർട്ടി നിയന്ത്രിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ മകന്റെ കാര്യം പിന്നെ നോക്കാതിരിക്കോ? നിർത്തടാ. ചുമ്മാ വായി തോന്നുന്നു ഓരോന്ന് വിളിച്ചു പറഞ്ഞോണ്ടിരിക്കണോ? നേതാവ് ഉള്ളതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാത്തത്. എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. സത്യമൂർത്തി, നമ്മുടെ ജാതിക്കാര് നമ്മളെ ബഹുമാനിക്കുന്നത് എന്താന്ന് വെച്ചാ നമ്മുടെ പദവിയിലിരിക്കുന്നതുകൊണ്ട്. അതേപോലെ പദവിയിലിരിക്കുന്നവന്മാര് നമ്മളെ ബഹുമാനിക്കുന്നതും നമ്മുടെ ജാതിക്കാരായതുകൊണ്ടാ. ഇതിലേതെങ്കിലും ഒന്ന് നമ്മളൊന്ന് ഇല്ലാണ്ടായ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടില്ലേ? ആ ഫോട്ടോ നേരത്തെ കിട്ടിയിട്ടുണ്ട്. ആരും അറിയാതെ കാര്യം തീർത്ത് അവരവരുടെ സ്വന്തം നാട്ടിലേക്ക് പൊക്കണം. പിന്നെ പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ സാറേ? ഒരാൾ പോലും അറിയാതെ കാര്യം തീർത്തിട്ട് ഞങ്ങൾ പോയിക്കോളാം സാറേ. പിന്നെ പരമശിവ അതിങ്ങ തന്നെ തരാൻ സാറേ. ഒന്നുകൂടി ആലോചിച്ചിട്ട് ചെയ്താൽ പോരെ സാറേ? വാങ്ങിക്ക. അതെ സാറേ, സാറിന്റെ മോന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാ തെറ്റും ചെയ്തത് ആ പൊന്ന മോള. സാറ് ശരിയെന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, അവളെ ഇവിടെ വെച്ച് അങ്ങ് തീർത്തേക്കാം. പരമു, ഇനി ഒരുത്തിയും കൂടി ഉണ്ട് താഴെ. അപ്പൊ നീ അവരെ എന്ത് ചെയ്യൂടാ? എന്റെ പദവിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. പക്ഷെ ഇപ്പൊ എന്റെ മകൻ കാരണം ഞാൻ തലകുരിച്ച് നിൽക്കുക. എന്റെ അന്തസ്സിനും അഭിമാനത്തിനും ക്ഷതം വരുത്താൻ ഒരുത്തിനെ ഞാൻ സമ്മതിക്കില്ല. എന്റെ മകൻ
വേറൊരു ജാതിയിലുള്ള പെണ്ണിനെ പ്രേമിച്ചതിൽ തെറ്റില്ല. അവളെ കല്യാണം കഴിക്കണം തീരുമാനിച്ചതാണ് ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ട് പോകാൻ നോക്കണം. വാ ഉദയ്. അല്ല, അടുത്ത ആഴ്ചയിലെ നിന്റെ റിസൾട്ട് വരുന്നേ. നീ അപ്പ വന്നാ മതി. ഇപ്പൊ എന്തിനാ വന്നത്? എനിക്ക് ദിവ്യയുടെ അഡ്രസ്സ് വേണം. ദിവ്യ? ഏത് ദിവ്യ? എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ. ഓ, ദിവ്യ ആരെന്ന് എനിക്ക് അറിയില്ലല്ലേ. എന്താടോ എൻ്റെ അച്ഛൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഇങ്ങനായി പോയത്? ഉദയ്, നമ്മുടെ കോളേജിലുണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ച ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടായി. അതിൽ സിസ്റ്റം എല്ലാം കംപ്ലൈൻ്റ് ആയി, എല്ലാ ഡാറ്റയും നശിച്ചുപോയി. റിക്കവറി ചെയ്യാനുള്ള ഹാർഡ് ഡിസ്ക് അയച്ചിട്ടുണ്ട്. അത് വരാൻ ഒരു മാസം എടുക്കും മോനെ. ഡോ, ആളുകൾ എന്തിനാണോ സ്നേഹത്തെ തൊട്ട് കളിക്കുന്നത്? അവിടെ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞവനാണെങ്കിൽ സ്നേഹത്തിന്റെ വേദനയെപ്പറ്റി തനിക്കെന്തറിയാമോ? ഒരു കാര്യം പറയാം, ഇത് വെറും സ്നേഹമല്ല, എൻ്റെ ലൈഫാണ്. ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഛേ, ഓടോ. ഒരു നാടൊരു അമ്മേ, അയ്യോ. ഹലോ, ഞാൻ പ്രിൻസിപ്പാളാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ മോൻ ഉദയോടെ വന്ന് ദിവ്യയുടെ അഡ്രസ്സ് ചോദിച്ചിരുന്നു. നീ ദിവ്യയുടെ അഡ്രസ്സ് ചോദിച്ചില്ലേ? ഇതാ. സന്തോഷം. വേണ്ട 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 വേണ്ട, കാശൊന്നും വേണ്ട. നിങ്ങളുടെ സ്നേഹത്തിന് എൻ്റെ വക ഒരു സമ്മാനം. എല്ലാം നന്നായി വരട്ടെ. ആ പെണ്ണിന്റെ അഡ്രസ് എനിക്കൊന്നും അറിയത്തില്ല. അഡ്രസ് ഇരുന്നോടാ, മര്യാദക്ക് പറയടാ. എനിക്കൊന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ലെന്നല്ലേ. ഞാൻ പറയാം. എന്നെ ചെയ്യല്ലേ. എഴുതാനാണ് പറഞ്ഞത്. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ. അയ്യോ, നമ്പർ 13, ക്യാൻസർ പേട്ട. താളങ്ങോട്ട് വണ്ടി എടുക്കടാ. ഒന്ന് വേഗം പോടാ, പോടാ വേണം. ടിക്കറ്റ് എടുത്തായിരുന്നോ? എന്താ മോളെ വിളിക്കാതെ ഇങ്ങോട്ട് പോന്നെ? ഞാൻ ചോദിക്കുന്ന കേൾക്കാതെ നീ എങ്ങോട്ടേ കയറി പോന്നെ? മോൾക്ക് സുഖാണോ? എന്താ മുഖമൊക്കെ
മോളിരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഞാൻ എന്ത് പറയാനാ മോളെ? നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടിയെ സ്നേഹിച്ച് അവൻ അതിനെ വിളിച്ചോടിപ്പോയി മോളെ. മോളോട് പറഞ്ഞ പഠിത്തത്തിനെ ബാധിക്കുമെന്ന് വിചാരിച്ച് ഒന്നും പറയാതിരുന്ന മോളെ. നിങ്ങളുടെ അച്ഛനും അമ്മയും മരിച്ച ശേഷം കിട്ടിയ എന്തൊക്കെയോ ജോലി വെച്ച് നിങ്ങൾ രണ്ടുപേരും ഇത്രയൊക്കെ ആക്കി. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. അവനായിരുന്നു നമ്മുടെ പ്രതീക്ഷ. അവൻ നമ്മളോട് ഇങ്ങനെ ചെയ്തല്ലോ. എനിക്ക് ഈ ഭൂമിയിൽ ഇന്ന് നീ മാത്രമേ ഉള്ളൂ മോളെ. നീ എന്നെ വിട്ടു പോലെ.